എത്രയെത്ര മരണങ്ങളിലൂടെയാ കടന്നു പോകുന്നത്, എത്രയെത്ര പെട്ടെന്നാണ്. അതിന് പ്രായമുണ്ടോ? രോഗിയായി കിടക്കണമെന്നുണ്ടോ? ഏത് വിധത്തിലാ മരണം വരാത്തത്? പുതുമണവാട്ടിയായിട്ട് പന്തലിലേക്ക് ആനയിച്ചു ഒരുക്കി ആടയാഭരണങ്ങൾ കൊണ്ട് അതേ ക്യാമറകൾക്ക് മുമ്പിൽ ഫ്ലാഷ് ലൈറ്റിങ്ങിന് വേണ്ടി നിന്നുകൊടുക്കുമ്പോൾ കുഴഞ്ഞു വീണ പുതുമാരികളില്ലേ, മണവാട്ടികളില്ലേ, മണിയറയിൽ എത്തും മുമ്പ് ഖബറിലേക്ക് പോയ ഭർത്താക്കളില്ലേ, എത്രയെത്ര ചെറുപ്പക്കാരാണ്, കുഞ്ഞുകുട്ടികളാണ്, വയോവൃദ്ധരാതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. നല്ല നല്ല ചെറുപ്പക്കാർ, ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ല. പെട്ടെന്നൊരു കുഴഞ്ഞു വീഴ്ച, പെട്ടെന്നൊരു നെഞ്ചുവേദന, എവിടെയോ വെച്ചൊരു ആക്സിഡന്റ്, ഏതോ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരു രോഗിയായെന്ന വിവരം. ഓ, എത്രയെത്ര മരണങ്ങളാ നമ്മൾ കേൾക്കുന്നത്. ഓരോ മരണവാർത്തകളും കേൾക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് പാഠമില്ലേ? നീ കാണുന്നില്ലേ? നമുക്ക് ചുറ്റുഭാഗത്തേക്കും നോക്കുമ്പോൾ ആംബുലൻസുകൾ മയ്യത്തുകളുമായി ചീറിപ്പായുന്നു, മയ്യത്ത് കട്ടിലേറിയിട്ട് ഖബറിലേക്ക് പോകുന്നു. എന്തേ അവർ കൊണ്ടുപോയത്? എന്താ അവരുടെ കൈകളിലുള്ളത്? വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമറു മിൻ മൻസിലിൻ വല്ല ഖാലിയാ. ഓരോ മയ്യത്തും പോകുമ്പോൾ നിങ്ങളൊന്ന് മയ്യത്ത് കട്ടിലിലേക്ക് നോക്ക്. ആ കഫൻ പടവയിൽ പൊടിയപ്പെട്ട ആണാവട്ടെ പെണ്ണാവട്ടെ എന്തും കൊണ്ടാ പോയത്? നൂറുകണക്കിന് പവൻ കിട്ടിയ പെണ്ണിൻ്റെ കയ്യിൽ ചെറുവിരലിൽ പോലും ഒരു കൊച്ചുമോതിരമെങ്കിലും ഉണ്ടോ? എല്ലാം അഴിച്ചു വെച്ചിട്ടല്ലേ മയ്യത്ത് കുളിപ്പിച്ചത്, എന്നിട്ടല്ലേ കഫം ചെയ്തത്. വലിയ ധനാഢ്യനായ മുതലാളി, വ്യവസായ പ്രമുഖൻ, ഏക്കറക്കണക്കിന് പണമുള്ളവൻ, വലിയ വലിയ സമ്പന്നന്മാർ, വലിയ മുതലാളിമാർ, ബിസിനസ്സുകാർ പോകുമ്പോഴെന്താ കൊണ്ടുപോകുന്നത്? അല്പം കഫൻ തുടവയും പഞ്ഞിയുമല്ലാതെ എന്തുമായിട്ടാണ് അവർ ഖബറിലേക്ക് പോയത്? അവരെന്നിട്ട് അവരുണ്ടാക്കിയ വീട് അവിടെ ബാക്കിയല്ലേ? ആ വീട്ടിൽ കയറി ഒന്ന് താമസിക്കാൻ പോലും അവസരം കിട്ടാതെ മരിച്ചു പോയവരില്ലേ? പ്രവാസ ലോകത്തെ ചോര നീരാക്കിയെടുത്ത വീട്ടിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞൊന്ന് തിരിച്ചെത്തിയിട്ട് ഹൗസ് വാമിങ് നടക്കുന്നതിൻ്റെ മുമ്പേ മയ്യത്ത് വീട്ടിലേക്ക് പോലും കയറ്റണ്ടാന്ന് ബന്ധുക്കൾക്ക് അഭിപ്രായം. ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം ഇതിലേക്കൊരു മയ്യത്ത് കയറ്റിക്കൂടാ എന്ന് പറഞ്ഞ് അടുത്ത വീട്ടിൽ മയ്യത്ത് വെച്ചിട്ട് പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിലേക്ക് മറവ് ചെയ്ത മയ്യത്തുകൾ പോലുമില്ലേ? സ്വന്തം അധ്വാനം കൊണ്ടുണ്ടായ വീട്ടിൽ തൻ്റെ ഒരു മയ്യത്ത് പോലും കിടക്കാൻ അവസരം കിട്ടാതെ മരിച്ചു പോകുന്ന ദുന്യാവാണതെന്നോർക്കണം. എവിടെ പോയി ഈ പണക്കൊഴുപ്പ്? എവിടെ പോയി തെമ്മാടിത്തങ്ങൾ? എവിടെ പോയടോ നിന്റെ ആർഭാടങ്ങൾ? എവിടെ പോയി പെണ്ണേ നിന്റെ ആഹ്ലാദങ്ങൾ, നിന്റെ ഡാൻസുകൾ, നിന്റെ പാട്ടുകൾ, നിന്റെ ചുരിദാറുകൾ, നിന്റെ ഡ്രസ്സുകൾ, നിന്റെ വലിയ പളവളപ്പുള്ള ശരീരം മറ്റുള്ളവർക്ക് കൊത്തിവലിക്കാൻ വേണ്ടി നിന്നുകൊടുക്കുന്ന വേഷഭൂഷാദികളൊക്കെ ഖബറിലേക്ക് പോയപ്പോൾ ഉണ്ടോ? മുഴുവൻ മൂടുന്ന കഫൻ തുടി കൊണ്ട് നിന്നെയും പൊതിഞ്ഞില്ല പെണ്ണേ. അതേ 3 ദിവസമാകുമ്പോഴേക്ക് മുട്ട പൊട്ടിയൊലിക്കും പോലെ കണ്ണ് ചെയ്യുകയാണ്, കവളിൽ പുഴുക്കൾ നിറയുന്നു, വയറ് പൊട്ടിയൊലിക്കുന്നു. ആരുണ്ട് സഹായത്തിന്? അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ കേട്ട സംസാരങ്ങൾ നന്നായി ചിന്തിച്ചോ. ഇത് ദുന്യാവിൻ്റെ കാര്യമല്ല പറയുന്നത്. ആഖിറത്തിലേക്ക് പോകുമ്പോൾ രക്ഷപ്പെടണോ? അതേ വീട് വെച്ച വീടവിടെ ബാക്കിയായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവർ മാത്രമല്ല മരിക്കുക, നീയും മരിക്കും. ജിവാരിഹിം വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയാ. അവരൊക്കെ ചേർന്ന് കിടക്കുന്ന ആ പള്ളിക്കാട്ടിലെ ഖബറില്ലേ, അതിൻ്റെ അടുത്ത് നീയും പോയി കിടക്കും. ആരും നിന്റെ കൂടെയില്ല, നിന്റെ ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, ഉപ്പയില്ല, ആങ്ങളയില്ല, പെങ്ങളില്ല, നിന്നെ തോന്നിവാസത്തിന് പ്രേരിപ്പിച്ച കൂട്ടുകാരില്ല, കൂട്ടുകാരികളില്ല, ആരുമില്ല. എല്ലാവരും നിന്നെ തനിച്ചാക്കി പോന്നിരിക്കുകയാണ്. നിന്റെ ഖബറിൽ നീ ചെയ്ത അമലല്ലാതെ നിനക്ക് തുണയില്ലെന്ന ഓർമ്മയുണ്ടോ? ആ ചിന്തയോടെ ജീവിച്ചോ. ഇതാ